ഇന്ത്യൻ US വ്യാപാര കരാറിനെതിരെ ലോക്സഭയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യൻ കാർഷിക ക്ഷീര മേഖലകളെ US-ന് തുറന്നു കൊടുക്കുന്നതിലൂടെ ഭാരതാംബയെ വിൽക്കുകയാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആരോപണം. വ്യാപാര കരാറിലൂടെ US ചരക്കുകൾ ഇന്ത്യൻ വിപണിയിലെത്തുന്നത് കോടിക്കണക്കിന് കർഷകരെയും തൊഴിലാളികളെയും ദുരിതത്തിലാക്കുമെന്നും ഈ പ്രവൃത്തിയിൽ സർക്കാർ ലജ്ജിക്കണമെന്നുമായിരുന്നു രാഹുൽ പറഞ്ഞത്. നിങ്ങൾ ഇന്ത്യയെ വിറ്റു, ഇന്ത്യയെ വിൽക്കുന്നതിൽ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നമ്മുടെ ദരിദ്ര കർഷകരെ തകർക്കാൻ നിങ്ങൾ അമേരിക്കയ്ക്ക് വാതിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഒരു പ്രധാനമന്ത്രിയും ഇങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. No prime minister has ever done this before. And let me tell you, no prime minister after you is ever going to do it. കരാറിൽ ഒരു യുക്തിയുമില്ല. നിങ്ങൾ എന്താണ് ചെയ്തത്? തുടക്കത്തിൽ 3% ശരാശരി നികുതി, ഇപ്പോൾ അത് 18% മാറിയിരിക്കുന്നു. 6 മടങ്ങിന്റെ വർധനവ്. US ഇറക്കുമതി $46 ബില്യൺ നിന്നും $146 മില്യൺ ആക്കി നിങ്ങൾ മാറ്റിയിരിക്കുകയാണ്. അത് അസംബന്ധമാണെന്നാണ് രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞത്. ജനങ്ങളുടെ താല്പര്യങ്ങളെ ചവിട്ടിയരച്ച് രാജ്യത്തെ വിറ്റഴിക്കാൻ പ്രധാനമന്ത്രിക്ക് ഒരു അധികാരവുമില്ല. എന്നാൽ മോദിയുടെ കഴുത്തിന് പിടിച്ച് ഭീഷണിപ്പെടുത്തി അമേരിക്ക ഇത് ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഭയിൽ ആരോപിക്കുന്നത്. He has sold India because they are choking him. They've got a grip on his neck. മറ്റൊരു പ്രധാനമന്ത്രിയും ഇത്തരത്തിൽ കീഴടങ്ങിക്കൊണ്ട് കരാറിൽ ഒപ്പുവെക്കുമെന്ന് കരുതുന്നില്ലെന്നും ഭയമാണ് മോദിയെ ഇതിന് പ്രേരിപ്പിച്ചതെന്നും എപ്സ്റ്റീൻ ഫയലുകളെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ സഭയിൽ ആഞ്ഞടിച്ചു. രാഹുലിന്റെ വാദങ്ങൾക്കിടെ ഇടപെട്ട് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കരാറിനെ കുറിച്ചുള്ള രാഹുലിന്റെ വാദങ്ങൾ ശരിവെക്കുന്ന തെളിവുകൾ കാണിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. There is a serious connotation. He must authenticate on all the allegations he has made. ഇന്ത്യയുടെ പുരോഗമനമാണ് നിങ്ങളെ അസന്തുഷ്ടമാക്കുന്നത്. 2014 വരെ കോൺഗ്രസ് രാജ്യത്തെ ദുർബലപ്പെടുത്തി. എക്കാലത്തെയും ശക്തനായ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും റിജു അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതിലൊന്നും പതറുന്ന രാഹുലിനെ അല്ല നാം സഭയിൽ കണ്ടത്. കരാറിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ ഫാക്ട് ഷീറ്റ് US പിൻവലിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് വ്യാപാര കരാറിനെ കുറിച്ചുള്ള പുതിയ വിമർശനങ്ങളുമായി രാഹുൽ സഭയിലെത്തിയത്. പ്രതിപക്ഷ നേതാവിന്റെ സഭയിലെ പരാമർശങ്ങൾ പലപ്പോഴും ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നതായിട്ട് വസ്തുതകൾ നമ്മോട് പറയുന്നത്. Are you not ashamed of selling India? Do you have no shame of selling India? You have sold our mother, Bharat Mata. Do you have no shame? വിവാദ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് രാഹുൽ ഉന്നയിച്ച പല ആരോപണങ്ങളും സഭാരേഖയിൽ നിന്നും നീക്കം ചെയ്യുകയുണ്ടായി. എന്തിനു പറയുന്നു, അദാനിക്കും അംബാനിക്കുമെതിരെ രാഹുലിന്റെ പരാമർശങ്ങളെ പോലും സഭയിൽ വിലക്കുന്ന കാഴ്ചയാണ് നാം ഇന്നലെ കണ്ടത്.